ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞത് സച്ചിയുടെയും രേവതിയുടെയും വിവാഹ വാർഷികവും അതിനോടനുബന്ധിച്ചാണ് ചില സംഭവങ്ങളൊക്കെയാണ്. ആ വീഡിയോസൊക്കെ കാണാത്തവർ നമ്മുടെ ഇൻസ്ക്രീനിൽ പോയി അതൊക്കെ ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ വിവാഹ വാർഷിക ചടങ്ങുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവസാനമായിട്ട് സച്ചിയും രേവതിയും എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തി പറയാണ് അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ. അതേസമയം നമ്മുടെ ആൻ്റണി ആണെങ്കിൽ അപ്പോഴും ഒരു പണി സച്ചിക്കിട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ശരത്തിനെ വെച്ചിട്ട്. പക്ഷേ സച്ചി ശരിക്കും ആൻ്റണിക്ക് 8 മണി തിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുകയാണ് കേട്ടോ സച്ചി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സച്ചി രേവതിക്ക് ഒരു മോതിരമൊക്കെയാണ് കേട്ടോ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. രേവതിക്ക് ഭയങ്കര ഇഷ്ടമാകാണ്. അച്ചമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെ വേണം ചെയ്യാൻ, നീ തന്നെ വേണം അവളുടെ കയ്യിൽ ഇതിട്ട് കൊടുക്കാൻ എന്നൊക്കെ. അതേസമയം ഇതൊക്കെ കണ്ടിട്ട് അസൂയ മൂത്ത് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രയൊക്കെ. ഈ ചടങ്ങുകളൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. രേവതിയുടെ അമ്മ അവിടെ എത്തിയതും ഈ ചടങ്ങിന് ക്ഷണിച്ചതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടേയില്ല. അതേസമയം രേവതിയും സച്ചിയും കൂടി രേവതിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും സച്ചിക്ക് ഒരു ഡ്രസ്സൊക്കെ കൊടുത്തു വിടുന്നുണ്ടല്ലോ രേവതിയുടെ അമ്മ. ആ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വന്നത് ശരത്താണെന്ന് പറയാണ്. അപ്പോൾ ശരത്തിനോട് നല്ല ദേഷ്യമാണ് സച്ചിക്ക്. വേറൊന്നും കൊണ്ടല്ല, ആൻ്റണിയുടെ കൂടെ നടന്ന് ഭാവി നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് സച്ചിക്ക് ദേഷ്യമുള്ളത്. അപ്പം ശരത്താണിത് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. സച്ചി പറയാണ്, അവനാണിത് വാങ്ങിയതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ടൊക്കെ അവിടെ ഊരിയിട്ടിട്ട് സച്ചി തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോരുക. അപ്പോൾ പോരുന്ന വഴിക്ക് തന്നെ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, ഇങ്ങനെ ഷർട്ട് ഇടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കയറുമ്പം എന്ത് വിചാരിക്കും, ആ അമ്മ എന്ത് പറയായിരിക്കും, അത് മോശമല്ലേ, അതെൻ്റെ വീട്ടുകാരെ അപമാനിക്കുന്നതിനൊക്കെ തുല്യമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ, ഞാനൊരു പുതിയ ഷർട്ട് വാങ്ങി കടയിൽ നിന്ന് ഇടുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ രേവതി പറയാം, ആ എന്നാൽ ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറയാം. അങ്ങനെ സച്ചി ഷർട്ടൊന്നും ഇടാതെ ഇന്നർ ബനിയൻ മാത്രം ഇട്ടിട്ട് ഒരു കടയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്താ സാർ വന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു ഷർട്ട് വേണമായിരുന്നു, അതിന് വേണ്ടി ഞാൻ വന്നതാ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, സാറ് ഷർട്ടിന് വേണ്ടിയിട്ട് ഷർട്ട് ഇടാതെ തന്നെ വന്നിരിക്കുന്നു, ഇത് കൊള്ളാമല്ലോ, ഞങ്ങളുടെ കടയ്ക്ക് ഇതൊരു അഭിമാനമാണ്, അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കടാന്ന് ഓണർ പറയാണ്. അങ്ങനെ സച്ചിയുടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. സച്ചി ആ കടയിൽ നിന്ന് കയറി ഷർട്ടൊക്കെ വാങ്ങി ഇടുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാവുകയാണ് കടക്കാർക്കാണെങ്കിലും. ഒരു കസ്റ്റമർ ഷർട്ടൊന്നും ഇടാതെ തങ്ങളുടെ കടയിൽ വന്ന് വിശ്വാസം കൊണ്ട് ഷർട്ട് വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പം അവർക്കും അത് വലിയൊരു കാര്യമായിട്ടൊക്കെ തോന്നുക. അങ്ങനെ സച്ചിയെ രേവതിയൊക്കെ നിർത്തി അവർ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ സച്ചി പുതിയ ഷർട്ടൊക്കെ വാങ്ങി ഇട്ടിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പം വൈകിട്ടാണെങ്കിൽ വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രവിയും അത് പറയുന്നുണ്ട്, ഫംഗ്ഷനൊക്കെ ഉണ്ട്, വൈകിട്ട് എല്ലാവരും വരുമല്ലോ, രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ വരുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട് അവർ വരുമെന്ന് പറയാം. അങ്ങനെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി വച്ചിരിക്കുക. അങ്ങനെ കേക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടിയാണ് കേട്ടോ കേക്ക് കൊണ്ടുവരുന്നത്. വലിയൊരു കേക്ക് തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കേക്ക് കാണുമ്പോഴും ശ്രുതിക്കും ഒക്കെ ദേഷ്യം വരുമോ, എന്ത് വലിയ കേക്കാ ഇവരുടെ വിവാഹ വാർഷികത്തിന് വാങ്ങിച്ചിരിക്കുന്നത്, അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവിടെ വരികയാണ്. സച്ചിയാണെങ്കിൽ രേവതിക്ക് ഒരു മോതിരമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ അച്ചമ്മയും അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ചടങ്ങിൽ വച്ചിട്ട് രേവതി അപമാനിക്കാനൊക്കെ ചന്ദ്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും അച്ചമ്മ നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മഹിമ അവിടെ എത്തുന്നത്. വർഷയുടെ അമ്മ മഹിമ ഒരു സ്വർണ്ണ വളയൊക്കെ ആയിട്ടാണ് മഹിമ വരുന്നത്. വന്നു കഴിയുമ്പം തൊട്ടേ പൊങ്ങച്ചം പറച്ചിലാണ്, ഇവിടെ ചൂടാണല്ലോ, എ സി ഇല്ലേ, സെൻട്രലൈസ്ഡ് എ സി ആക്കാൻ പാടില്ലായിരുന്നു, എൻ്റെ മോള് വർഷ എ സി ഇല്ലാതെ ജീവിക്കില്ല എന്നൊക്കെ പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, വർഷയുടെയും ശ്രീകാന്തിൻ്റെയും മുറിയിൽ എ സി ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. എന്നാലും ഈ ഹോളിലൊക്കെ എല്ലാവരും കൂടി എങ്ങനെ നിൽക്കും എന്നൊക്കെ അവർ ചോദിക്കുക. ആകെ മൊത്തം പൊങ്ങച്ചവാ. അത് സച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. സച്ചി പറയുന്നുണ്ട്, എല്ലാവരും ഇവരുടെ അടുത്തുനിന്നൊന്ന് മാറി നിന്നോ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെങ്കിലും ഇവരുടെ സ്വർണ്ണ വളയോ മാലയോ ഒക്കെ മോഷ്ടിച്ചെന്ന് പറയും, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്.
എന്നാൽ സച്ചിയെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വളയൊക്കെ ആയിട്ട് വന്നിരിക്കുക മഹിമ. കാരണം സച്ചി മോതിരല്ലേ കൊടുത്തത്, അപ്പോൾ അതിലും വലിയ സാധനം മഹിമ കൊടുക്കണമല്ലോ. അപ്പോൾ പറയാണ്, ഞാൻ ഈ വളയൊക്കെ ആയിട്ട് രേവതിക്ക് സമ്മാനമായിട്ട് വന്നത്, വേറെ ആരെങ്കിലും രേവതിക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സച്ചിക്കങ്ങ് നല്ല ചോർച്ചിൽ വരിക. അപ്പോൾ രവി പറയുന്നുണ്ട്, എടാ നീ ഒന്നും മിണ്ടാതിരിക്കേ, അവർ ഈ ചടങ്ങിന് വന്നതല്ലേ, അവർ വന്നിട്ട് പോയിക്കോളൂ എന്ന് പറയുക. അങ്ങനെ രേവതിക്ക് വളയൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുമ്പോൾ രേവതി തിരിച്ച് അവർക്കൊരു പണിയും കൊടുക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആ വള നേരെ വർഷയ്ക്ക് കൊടുക്കുക. എന്നിട്ട് പറയാം, വർഷേ നീ ഇത് ഉപയോഗിച്ചു, എനിക്കിപ്പോൾ ഈ വളയുടെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഈ വീട്ടുജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന എനിക്ക് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണ്ണ വളയൊന്നും എനിക്ക് വേണ്ട. അതുകൊണ്ട് നീ എടുത്തോന്ന് പറഞ്ഞ് ആ വള നേരെ വർഷയ്ക്ക് കൊടുക്കുക. അതപ്പോൾ മഹിമയ്ക്ക് ഒരു അടിയൊക്കെ ആയിട്ട് വരികയാണ്. മഹിമയ്ക്ക് തോന്നുകയാണ് കേട്ടോ, ഞാൻ രേവതിക്ക് കൊടുത്തിട്ട് അവൾ എന്നെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ അത് വർഷയ്ക്ക് കൊടുത്തത്. കാരണം രേവതിക്ക് കൊടുക്കുമ്പോഴും സച്ചിയെ ഒരു 100 കുറ്റം പറഞ്ഞിട്ടാണ് കേട്ടോ വർഷ അത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വള രേവതി നൈസായിട്ട് വർഷയ്ക്ക് കൊടുക്കുക. അങ്ങനെ മഹിമ ഓരോന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശിയാണേലും മഹിമയ്ക്ക് നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ പൊങ്ങച്ച അഹങ്കാരമൊന്നും ഈ വീട്ടിൽ വേണ്ടാന്ന് തന്നെ മഹിമയോട് പറയുക. അങ്ങനെ മഹിമ അത്ര രസമില്ലാത്ത രീതിയിൽ അവിടുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഇറങ്ങിയൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മിയും ദേവും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഈ ചടങ്ങിൽ പങ്കെടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പം കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചൊക്കെ കഴിയുമ്പോഴേക്കും എന്താ നമ്മുടെ വർഷ പറയാണ്, എന്തെങ്കിലും നമുക്കൊരു ഗെയിം പോലെ വെക്കാം, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം പറയാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി പറയുക, എന്തഭിപ്രായം പറയാനാന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഇവരുടെ ജീവിതത്തെക്കുറിച്ചിട്ട് നമുക്കൊരു അഭിപ്രായം പറയാം. ഇവർ 2 പേരും ഒന്നായിട്ട് 1 വർഷമായല്ലോ. അപ്പം ഇവരുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി ആശംസകളും ഒക്കെ എല്ലാവരും പറയണം, ഓരോരുത്തരായിട്ട് പറയണമെന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, അത് കൊള്ളാലോ, നല്ലൊരു പണിയാണല്ലോ, ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയുള്ള ഗെയിമൊക്കെ ഉണ്ട്, അതൊക്കെ ആവശ്യമാണെന്ന് പറയുക. അപ്പോൾ ചന്ദ്ര പറയുക, ഇവരെക്കുറിച്ച് ഇനി എന്ത് നല്ലത് പറയാനാ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് പറയാം. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ അടങ്ങി അവിടെ നിൽക്ക്, നിൻ്റെ മകനും മരുമകളുമാണ്, അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നീ കൊടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ എന്നാൽ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ എന്ന് പറയുക. അപ്പോൾ രവി പറയണം സുധിയോട്, സുധി നീയല്ലേ അവൻ്റെ അനിയൻ, അതുകൊണ്ട് നീ തന്നെ ആദ്യമായിട്ട് പറയാമെന്ന് പറയാം. അപ്പോൾ സുധി അവിടെ ഇരുന്ന് കേക്കൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. സുധി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ എന്ത് പറയാനാ, ഞാൻ കാരണമല്ലേ ഇവരുടെ വിവാഹം നടന്നതെന്ന് ചോദിക്കുകയാണ് ഞാനെന്ന്. അപ്പോൾ ഉടനെ സച്ചി ചോദിക്കുക, നീ കാരണമാണല്ലേ ഞങ്ങളുടെ വിവാഹം നടന്നേ, അത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോൾ പറയാം, പിന്നല്ലാതെ ഞാനും ഇവളുമായിട്ടുള്ള വിവാഹം മുടങ്ങിയത് കൊണ്ടല്ലേ നിനക്ക് ഇവളെ വിവാഹം കഴിക്കാൻ പറ്റിയത്, ഇല്ലെങ്കിൽ നിന്നെപ്പോലെയുള്ള ഒരാൾക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ, നിനക്കൊരു പെണ്ണും കിട്ടാൻ പോകുന്നില്ലായിരുന്നു, ഇപ്പം ഞാൻ ഈ വിവാഹം വേണ്ടെന്ന് വച്ചതുകൊണ്ട് നിനക്ക് കിട്ടി എന്ന് പറയാണ്. അപ്പോൾ ചാച്ചി പറയുന്നുണ്ട്, അത് കൊള്ളാം, അത് നല്ലൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എടാ ഇവരെക്കുറിച്ച് കുറ്റം പറയാനല്ല നിന്നോട് പറഞ്ഞത്, ഇന്ന് ഇവരുടെ വിവാഹ വാർഷികമാണ്, അതുകൊണ്ട് ഇവരെക്കുറിച്ച് കുറച്ച് നല്ല വാക്കുകൾ പറയാനാണ് പറഞ്ഞത്, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ എന്ന് ചോദിക്കുക. അപ്പം പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങ് സുധിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വർഷയോട് പറയാം രവി, മോള് തന്നെ പറ, എന്താ പറയാനുള്ളതെന്ന് പറ ഇവരെക്കുറിച്ച് എന്ന് പറയുക. അപ്പോൾ വർഷ പറയുന്നുണ്ട് കേട്ടോ, അതെ എനിക്ക് രേവതി ചേച്ചിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രേവതി ചേച്ചി കാരണമാണ് എൻ്റെയും ശ്രീകാന്തിൻ്റെയും കല്യാണം നടന്നത്. രേവതി ചേച്ചിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി ചേച്ചിയോട് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറാണ്, എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെപ്പോലെ തന്നെയാണ് രേവതി ചേച്ചി എന്നൊക്കെ പറയണം. പിന്നെ സച്ചിയേട്ടനും എല്ലാവരോടും സ്നേഹമാണ്. ഈ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും സച്ചിയേട്ടൻ്റെ ഈ എടുത്തുചാട്ടം കാരണം ഈ പ്രശ്നം മുഴുവൻ. രേവതി ചേച്ചിയുടെ വിവാഹം നന്നായി പോകുമെന്നൊക്കെ അറിയാം, പക്ഷേ സച്ചിയേട്ടനെ പോലെ ഒരു എടുത്തുചാട്ടക്കാരൻ്റെ കൂടെ എങ്ങനെ രേവതി ചേച്ചി ഇത്രയും നാൾ ജീവിച്ചെന്ന് എനിക്കറിയില്ല. എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാ സച്ചിയേട്ടൻ, സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഈ വഴക്കുകൂടലൊക്കെ കുറച്ച് നിർത്തുവാണെങ്കിൽ നല്ല സ്നേഹമായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടനും എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ട്, ഇനിയെങ്കിലും സച്ചിയേട്ടൻ്റെ ഈ എടുത്തുചാട്ടവും വഴക്കുണ്ടാക്കലും ഒക്കെ നിർത്തി സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെ വേണം എന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ രവിയും. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവർ നല്ല സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത്, ഇവർ ചേരേണ്ട ജോഡികൾ തന്നെയാണെന്ന് പറയാണ്. 2 പേരും രേവതി ചേച്ചി പറയുന്നതാണെങ്കിൽ സച്ചിയേട്ടൻ കേൾക്കുകയും ചെയ്യും. രേവതി ചേച്ചി വന്നതിൽ പിന്നെ സച്ചിയേട്ടൻ്റെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. നേരത്തെയൊക്കെ അങ്ങ് ഭയങ്കര മുൻകോപമായിരുന്നു, ഇപ്പം അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്.
അതേസമയം അച്ചമ്മയോട് ചോദിക്കുകയാണ് രവി, അച്ചമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാം, പിന്നെ എനിക്ക് പറയാനില്ലാതാണോ, ഇവർ രണ്ടുപേരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം, ഇവർ രണ്ടും ഒരാൾക്ക് വേണ്ടി ജനിച്ചതുപോലെ തന്നെയാണ് എന്നൊക്കെ അച്ചമ്മയും പുകഴ്ത്തി പറയാം. എന്നാലും രവിയും പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ വിജയവും. ഒരാൾ പ്രശ്നം ഉണ്ടാക്കുമ്പം രേവതി അത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനൊക്കെ നോക്കും, അതുകൊണ്ടാണ് ഇവർ ഇത്രയും സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നീ ഇവരെക്കുറിച്ച് എന്തെങ്കിലും പറയാമെന്ന് രവി പറയുമ്പം പറയേ, ചന്ദ്ര പറയാ, ഞാനിപ്പോൾ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനൊന്നുമില്ല. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ രേവതി വന്നപ്പം എനിക്ക് അവളെ അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു, ഇപ്പം അതിലും ഒരു ഭയങ്കരയാണ് ഇവളെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഇവൾ കുറച്ചുകൂടി പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പം അവൾ അങ്ങനെയൊന്നും അല്ല, എനിക്ക് അവളോട് സ്നേഹമൊന്നും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ അച്ചമ്മ ചോദിക്കുക, നിനക്ക് എന്താ അവളോട് സ്നേഹമില്ലാത്തത്, നിൻ്റെ മറ്റു രണ്ട് മരുമക്കളോടും നിനക്ക് സ്നേഹമുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ സച്ചി പറയാ, അത് അച്ചമ്മേ, രേവതി ഒരു പണമുള്ള വീട്ടുകാരുടെ അടുത്തുനിന്ന് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ മലേഷ്യയിൽ നിന്നോ എവിടുന്നേലും വന്നതാണെങ്കിൽ രേവതിയെയും അമ്മ സ്നേഹിച്ചേനെ. ഇതിപ്പോൾ രേവതി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവളോട് അമ്മയ്ക്ക് സ്നേഹമില്ല, അത്രയേ ഉള്ളെന്ന് പറയാം. അതുകൊണ്ടൊന്നും അല്ല, അവരെ പോലൊന്നും അല്ല ഇവള്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്ന് ചന്ദ്ര ചോദിക്കുക. എന്നിട്ട് അപ്പോഴേക്കും ഉടനെ അച്ചമ്മ പറയാണ്, നിന്നോട് അത് പറയാനല്ല പറഞ്ഞേ, അവരെക്കുറിച്ച് എന്തെങ്കിലും രണ്ടുപേരെക്കുറിച്ചും പറയാനാ പറഞ്ഞതെന്ന് പറയുമ്പം പറയാം, ചക്കിക്കൊത്ത ചങ്കരം പോലെ തന്നെയാണ് രണ്ടുപേരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലാണ്. ഇവൻ ചെയ്യുന്ന പോലെ അവളും ചെയ്യും, അവൻ്റെ പുറകെ ഇവളും നടക്കും. അതുപോലെ തന്നെ ഇപ്പം ഇവളെന്തെങ്കിലും പറഞ്ഞാൽ അവൻ പേടിച്ച് അവൾ പറയുന്ന അതുപോലെ അനുസരിച്ച് വാലാട്ടി അങ്ങ് നിന്നോളും, അതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അച്ഛമ്മ പറയാണ്, നീ പറഞ്ഞത് നല്ല കാര്യമാണല്ലോ, അപ്പോൾ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. രേവതി പറയുന്നത് സച്ചിയും സച്ചി പറയുന്ന രേവതിയും കേൾക്കുന്നുണ്ടെന്നല്ലേ നീ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നീയും നല്ലത് അവരെക്കുറിച്ച് പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഭയങ്കര ഒരു ചൊറിഞ്ഞ വർത്തമാനം പോലെ കളിയാക്കിയ കേട്ടോ ചന്ദ്ര പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ദേവുവിന് ദേഷ്യം വരിക. ദേവു അന്നേരത്തേക്കും പറയുന്നുണ്ട് ലക്ഷ്മിയോട്, ഞാൻ രണ്ട് വർത്തമാനം പറയട്ടെ അവരോട്, അവർ ചേച്ചിയെക്കുറിച്ച് എന്തെല്ലാമാണ് ഈ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി പറയും, എൻ്റെ ദേവു നീ ഒന്ന് അടങ്ങ്, ഈ ചടങ്ങിനിടയിൽ നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാനായിട്ട് തുനിയൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ശരത്തിനെ വെച്ചിട്ട് അവിടെ ഒരു കളി കളിക്കുകയാണ് കേട്ടോ ആൻ്റണി. ശരത്ത് ഈ ചടങ്ങിനൊന്നും പോകാതെ ആൻ്റണിയുടെ അടുത്തേക്ക് തന്നെയാണ് ചെന്നത്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ആൻ്റണി ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ചേച്ചിയുടെ വിവാഹ വാർഷികമല്ലേ, എന്നിട്ട് നീ പോയില്ലേ ആ ചടങ്ങിന് എന്ന് ചോദിക്കുക. അപ്പം ഉടനെ ശരത്ത് പറയാം, ഞാനെങ്ങും പോയില്ല, ഞാൻ എന്തിനാ പോകുന്നത്, എനിക്കാണെങ്കിൽ ആ സച്ചിയെ കാണാൻ വയ്യ, അവിടെ പോയി അയാളെ കണ്ട് വിവാഹ വാർഷികത്തിന് പോകാൻ എനിക്ക് നേരെയില്ലെന്ന് പറയാം. അപ്പോൾ ഉടനെ ആൻ്റണി പറയാം, എടാ നീ അങ്ങനെ പോകാതിരിക്കരുത്, നിൻ്റെ ചേച്ചിയുടെ വിവാഹ വാർഷികമല്ലേ, സച്ചി കുറച്ച് ദേഷ്യക്കാരനാണേലും അവൻ നിൻ്റെ ചേച്ചിയെ നന്നായിട്ട് നോക്കുന്നില്ലേ, അപ്പോൾ ആ ചടങ്ങിൽ നീ ചെന്നില്ലെങ്കിൽ അത് മോശമല്ലേ, അതുകൊണ്ട് ശരത്തെ നീ ചെല്ലണം എന്ന് പറയണം. അപ്പോൾ ശരത്ത് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പോകുന്നൊന്നുമില്ല, അവിടെ ചെന്ന് അയാളുടെ ചൊറിഞ്ഞ വർത്തമാനമൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. അപ്പം ആൻ്റണി മനസ്സിൽ ഓർക്കാണ് കേട്ടോ, ഇവനെ പറഞ്ഞ് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് അങ്ങ് വിട്ടാൽ അതൊക്കെ കൊണ്ട് ഇവൻ ആ ചടങ്ങിലേക്ക് ചെല്ലുന്ന കാണുമ്പം സച്ചിക്ക് നല്ല ദേഷ്യം വരും. സച്ചി അതെല്ലാം എടുത്തെറിയുകയും ഇവനെ രണ്ട് പൊട്ടിക്കുകയും ചെയ്യും. അങ്ങനെ ആ ചടങ്ങ് അങ്ങ് അലങ്കോലം ആയിക്കോളൂല്ലോ എന്ന് ആൻ്റണി വിചാരിക്കുക. അപ്പം ആൻ്റണി പിന്നെയും ശരത്തിനെ നിർബന്ധിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പണം തരാം, നീ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം, നിൻ്റെ ചേട്ടനും ചേച്ചിക്കും ഡ്രസ്സൊക്കെ വാങ്ങണം, അതുപോലെ ആ വീട്ടിലേക്ക് കുറച്ച് സമ്മാനങ്ങളുമൊക്കെ വാങ്ങിക്കൊണ്ട് വേണം നീ ചെല്ലാൻ, അത് ചെയ്യേണ്ടതാ, ആൻ്റണി ചേട്ടൻ പറയുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ശരത്തിൻ്റെ കയ്യിലേക്ക് കുറച്ച് പണം കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ട് നീ പോണേ എന്ന് പറഞ്ഞ് വിടുക. അങ്ങനെ ശരത്ത് അവിടെ നിന്ന് പോവുക. ശരത്ത് പോയിട്ട് രേവതിക്ക് സച്ചിക്കും ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. എന്നാൽ നേരത്തെ ശരത്ത് വാങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സ് വരെ ഊരിയിട്ടിട്ടാണ് കേട്ടോ നമ്മുടെ സച്ചി ഇറങ്ങി ഓടിയത്. ആ സമയത്ത് അതുപോലൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആൻ്റണി ഈ പണി ചെയ്യുന്നത്. അങ്ങനെ ഷർട്ടും മുണ്ടും സാരിയൊക്കെ വാങ്ങി കുറേ വേറെ സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ചെല്ലാണ് ശരത്ത്. അപ്പോൾ ഈ ചടങ്ങ് തീരാറാവുമ്പോൾ ശരത്ത് ഇതൊക്കെയായിട്ട് അങ്ങ് ചെല്ലുന്ന കാണുമ്പം നമ്മുടെ ലക്ഷ്മിക്കും ദേവുവിനും അതുപോലെ രേവതിക്കും ഒക്കെ അങ്ങ് നെഞ്ചിൽ തീ വരികയാണ്. ശരത്ത് ഇതൊക്കെ ജോലി ചെയ്ത് ആൻ്റണിയുടെ അവിടെ നിന്ന് സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിക്കൊണ്ട് വരുന്നത് സച്ചി കണ്ടു കഴിഞ്ഞാൽ സച്ചി ബഹളം ഉണ്ടാക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക രേവതിയും ലക്ഷ്മിയും ഒക്കെ.
അപ്പോൾ കൊണ്ടുവരുമോ ശരത്ത്. അപ്പോൾ ഉടനെ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ശരത്തെ നീ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ? അത് ഞാൻ ജോലിയെടുത്ത് സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ ജോലിയെടുത്ത് ഞാൻ സമ്പാദിച്ച കുറച്ച് സാധനങ്ങളാണ് ഇതെന്ന് പറയുക. ആഹാ, ഇത് എന്തൊക്കെയാണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജോഡി ഡ്രസ്സും അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും 2 പൂമാലയൊക്കെയാണ്. ആഹാ, പൂമാലയും നീ കൊണ്ടുവന്നിട്ടുണ്ടോ? അതെന്തിനാടാ പൂമാല കൊണ്ടുവന്നേ എന്ന് സച്ചി ചോദിക്കുമ്പം ശരത്ത് പറയാം, നിങ്ങളുടെ രണ്ടിൻ്റെയും വിവാഹ വാർഷികമല്ലേ, അപ്പോൾ 2 പേരുടെയും കഴുത്തിൽ പരസ്പരം ഇടാൻ വേണ്ടിയിട്ടാ എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം രേവതിക്കും ലക്ഷ്മിക്കും ഒക്കെ അങ്ങ് ടെൻഷൻ കയറുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് വലിച്ചെറിഞ്ഞ് സച്ചി അവനെ പഠിച്ച് നിരപ്പാക്കും എന്ന് വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതേസമയം സച്ചിക്ക് മനസ്സിലാകാണ് ഇത് ആൻ്റണിയുടെ കളിയാന്ന്. അതുകൊണ്ട് തന്നെ സച്ചി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പറയാം, ആ നീ കൊണ്ടുവന്നതല്ലേ ആ ഷർട്ടിങ് തന്നെടാ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരിക്കളഞ്ഞിട്ട് ശരത്ത് കൊണ്ടുവന്ന ഷർട്ടൊക്കെ എടുത്തിടുകയാണ്. എന്നിട്ട് പറയാം, നല്ല രസമുണ്ടല്ലോ നീ വാങ്ങിയത്, ഏതായാലും നന്നായി മോനെ നീ വാങ്ങിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ആ മാല വാങ്ങിക്കുക. ആ മാലയുണ്ടല്ലോ, പരസ്പരം ഞങ്ങൾ ഇടണമല്ലേ എന്ന് പറഞ്ഞ് സച്ചി രേവതിക്കും രേവതി സച്ചിക്കും മാലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ലക്ഷ്മിയും രേവതിയൊക്കെ ഓർക്കുക, ഇതെന്ത് പറ്റി ഈ സച്ചിക്ക്, ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ, ശരത്ത് ഇത് കൊണ്ടുവന്നപ്പം വലിച്ചെറിയേണ്ടതാണെന്നല്ലോ എന്നൊക്കെ വിചാരിക്കുക. എന്നാൽ സച്ചിക്കറിയാം ഇതെല്ലാം ആൻ്റണിയുടെ പണിയാണെന്ന്. അപ്പോൾ ആൻ്റണി അവിടെ ഒരു അലമ്പുണ്ടാകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് സച്ചിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് സച്ചി സ്നേഹത്തോടെ ഇതെല്ലാം വാങ്ങിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ആൻ്റണിയുടെ അവിടുത്തെ ആ പണി അങ്ങ് പാളുകയാണ് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്